ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പിസ്സേൻ്റെ റെസിപ്പി നോക്കാം. 2 മീഡിയം സൈസ് പീസൊക്കെയുള്ള മെഷർമെൻ്റ് ആണ് ഞാനിതിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ പാൽപ്പൊടി അതേപോലെ 1/2 സ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 പീസ് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്നുകൂടെ കൈവച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2 പിസയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പിസയുടെ ബേസിനുള്ള മാവ് നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തി ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം പാനിൽ വെച്ചാൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ഹോൾസ് കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ പിസ്സ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വീബയുടെ പിസ്സ സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഈ പിസ്സ സോസ് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വറുത്ത് ചിക്കൻ പീസസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കവും തക്കാളിയും അതുപോലെ ഓണിയനും കൂടിയാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി ചീസും അതേപോലെ കുറച്ച് ഓറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിമം 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവേ. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പിസ്സയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.